നിങ്ങളാരാ? ഞാൻ SP, ക്രൈംബ്രാഞ്ചിൽ നിന്നാ. സർ, ഞങ്ങൾ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? എന്നിട്ടാണോ DK നിങ്ങളുടെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്? കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നിങ്ങളിനി ഒന്നും ഒളിക്കാൻ നിൽക്കണ്ട. സാർ ആരാന്നാ പറഞ്ഞത്? SP എന്ന് പറഞ്ഞ സൂപ്രണ്ട് പൂക്കാട്ടുപടി. ക്രൈംബ്രാഞ്ച് യൂട്യൂബ് ചാനലിൽ നിന്നാണ്. 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സും മില്യൺ കണക്കിന് വ്യൂവേഴ്സും ഉള്ള ഒരു യൂട്യൂബ് ചാനലാ ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങളോട് സത്യം മാത്രമേ പറയാവൂ. സ്ത്രീ പീഡനത്തെ തുടർന്നല്ലേ നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയത്? നിർത്തോ. കൊള്ളക്കഥ മനഞ്ഞ് നിന്റെ നാറിയ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വാർത്ത കൊടുത്താൽ കത്തിച്ച് ചാമ്പലാക്കും ഞാൻ. കേടാ. ആഹാ, അത്രയ്ക്ക് അഹങ്കാരോ? തന്നെ ഞാൻ കാണിച്ചു തരാം. എടോ ഹിറ്റ്ലറെ, ഇനി മുതൽ ചാനലിന്റെ ഇര താനായിരിക്കും. തന്നെ ഞങ്ങൾ വേട്ടയാടി പിടിക്കും. സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പകൽ മാന്യനായ ഹിറ്റ്ലർ എന്ന DK. ഇതായിരിക്കും തമ്പുനൈൽ. വാർത്ത കൊടുത്ത് നാറ്റിക്കും ഞങ്ങൾ. വെച്ചിട്ട് പോടോ പരനാറി. വേണ്ടായിരുന്നു. സർ, എന്തായടോ? അവരെല്ലാം പോയി സർ. എല്ലാരും ഭയങ്കര ദേഷ്യത്തിലാ. എന്താണോ ഇവിടെ നടക്കുന്നത്? സംഗതി സത്യം സാറേ, എന്തോ കുഴപ്പമുണ്ട്. താൻ പോയി ആ ഷെഫിനെ വിളിക്ക്. ശരി സർ. ഹലോ. എപ്പോ? What is this? ഇതെന്താ ചൈനീസ് പ്രതിമകളാ? എന്താടി നീയൊക്കെ വായിലെ കുതിലപ്പെട്ട മക്കളാണോ? എഴുന്നേക്കടി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ല. ചായ ഇട്ടോ? ഇപ്പൊ എടുക്കാം. വേണ്ട, 10 മിനിറ്റ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ അടുക്കളയിലേക്ക് ഗോ. ഗോ ഗോ. ചിത്ര, നീ സ്റ്റൗവില് വെള്ളം വെക്ക. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് തരാം. ഫ്രിഡ്ജിൽ നിന്ന് മാവ് ഞാൻ എടുത്തോളാം. താരേച്ചി, ആ സ്റ്റൗ കത്തിച്ച് വെള്ളം കുക്കറിൽ വെച്ച് തിളപ്പിക്കും. വേണ്ട, ചെയ്യേണ്ടത് ഞാൻ പറയാം. അതങ്ങ് അനുസരിച്ചാ മതി. താര പോയി മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കും. ആ ചിത്രേ, നീ പോയി പുറത്ത് ജോലിയൊക്കെ ചെയ്താ മതി. വേണമെങ്കിൽ ആ വാച്ച്മാനെയും കൂട്ടിക്കോ. അയ്യടാ, അതൊന്നും വേണ്ട. അമ്മ പറഞ്ഞതേ നമ്മള് 3 പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാ. ആദ്യം അത് ചെയ്യാം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്. അതെ, 3 പേർക്കും തുല്യമായിട്ടുള്ള ജോലികളാ അമ്മ വീതിച്ചു തന്നത്. അവരവരെ ഏൽപ്പിച്ചത് അവരവരെ ചെയ്താ മതി.
പച്ചക്കറി ഞാൻ അരിഞ്ഞോളാം. ആ ജ്യോതി ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ അവളെ ഓടിച്ചില്ലേ? അതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും. അതിന് നമ്മൾ അവളെ ഓടിച്ചില്ലല്ലോ. അവളുടെ അച്ഛൻ വിളിച്ചോണ്ട് പോയതല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് അവളെ കാണാതെ പറ്റില്ലല്ലോ. ഡേക്ക് ചെന്ന് വിളിച്ചിട്ടും അവള് വന്നില്ലല്ലോ. അത് നിന്റെയൊക്കെ മഹാഭാഗ്യം എന്ന് കരുതിയാ മതി. അമ്മ അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ അവളെ തിരികെ കൊണ്ടുവരുമെന്നാ തോന്നുന്നത്. ഏയ്, ഇനി അവളെ ഈ വീട്ടിലേക്ക് ജീവനുണ്ടെങ്കി വരില്ല. അത്രക്കല്ലേ അവരെ അപമാനിച്ചിറക്കി വിട്ടത്. അതിന്റെ ദേഷ്യം മുഴുവൻ അമ്മയ്ക്ക് നമ്മളോടുണ്ട്. ആ ജോക്കർ വേഷം അത് സൂപ്പർ ആയിരുന്നു. പക്ഷെ കിളവൻ ഭയങ്കര വാശിക്കാരനാ. ഇത്രയ്ക്ക് എളുപ്പത്തില് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി എത്രയും പെട്ടെന്ന് DK കൊണ്ട് ഒരു കാര്യം കൂടി ചെയ്യിക്കണം. എന്ത് കാര്യം? ഡിവോഴ്സ്. ഡിവോഴ്സോ? എന്താ കേട്ടിട്ടില്ലേ? തൽക്കാലം അവളെ വീട്ടിൽ നിന്ന് പോയെങ്കിലും DKയുടെ ഭാര്യ എന്ന നിയമപരമായ അവകാശവും അധികാരവും എല്ലാം ഇപ്പോഴും അവൾക്ക് ഈ വീട്ടിലുണ്ട്. അതും കൂടി ഇല്ലാതാവണം. അതിന് DK സമ്മതിക്കൂ? ഇപ്പൊ തന്നെ ഡിക്കയുടെ ഇക്കാര്യം പറയണോ? ആ കിളവനെ ദ്രോഹിച്ചതിന് DKക്ക് നമ്മളോട് നല്ല ദേഷ്യമുണ്ട്. സാവധാനം പറഞ്ഞാ മതി. പോരാ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. എത്രയും വേഗം അവളെ ഇവിടുന്ന് ഒഴിവാക്കുന്നോ അത്രയും നല്ലത്. നിയമപരമായി DKയുടെ സ്വത്തിന് ഇപ്പൊ അവളും കൂടി അവകാശിയാണ്. നമ്മൾ ഈ വീട്ടിലെ മരുമക്കളാണെങ്കിലും നിയമപരമായി നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇവിടുത്തെ സ്വത്തിൽ അവകാശം ഇല്ലാത്തിടത്തോളം കാലം നമുക്കും അവകാശമില്ല. പക്ഷേ ജ്യോതി അങ്ങനെയല്ല. അവൾ DKയുടെ ഭാര്യയാണ്. DKയുടെ സ്വത്തിന്റെ നിയമപരമായ അവകാശി. അപ്പൊ അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമല്ലേ മായച്ചി? സത്യന്റെ നേർപകുതി കൊടുക്കേണ്ടി വരൂ? അത് കോടതി തീരുമാനിക്കും. പക്ഷെ കോടതിയിൽ എത്താതെ തന്നെ ഇത് അവസാനിപ്പിക്കണം. അമരാവതിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ഒരു ചില്ലി കാശ് പോലും അവൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മൈ ലിറ്റിൽ കണ്ണ, ഞാൻ പരാതി പറയുവല്ല. എന്നാലും നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവര് തമ്മിൽ ഇപ്പൊ അകൽച്ചയുണ്ടെങ്കിലും കുറച്ചു നാള് കഴിയുമ്പോ എല്ലാം മറന്ന് അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഞാൻ വിചാരിച്ചത്. എത്ര തവണ ഞാൻ നിന്നോട് അപേക്ഷിച്ചു അവരെ തമ്മിൽ പിരിക്കല്ലേ എന്ന്. എന്നിട്ടും
നീ അവരെ രണ്ടു വഴിക്കാക്കിയില്ലേ? ഇത്ര നാളായിട്ടും നീ എന്താ കണ്ണ അവന്റെ മനസ്സ് മാറ്റാത്തത്? ഇനിയെങ്കിലും സുപ്രിയ അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോണം. അവളെ കുറിച്ചുള്ള ഓർമ്മകളും മാഞ്ഞു പോകാൻ നീ തന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ എന്റെ എല്ലാ അടവുകളും എടുത്തു നോക്കി, ഒരു രക്ഷയില്ല. ഇനി നീ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്, എങ്കിലും രക്ഷയുള്ളൂ കണ്ണ. തിരിച്ചു വരാനുള്ള മനസ്സ് അവക്കുണ്ടാവണം. അവന്റെ യഥാർത്ഥ ഭാര്യയെ സ്വീകരിക്കാൻ അവനും മനസ്സുണ്ടാവണം. ഹിറ്റ്ലറും മിസ്സസ് ഹിറ്റ്ലറുമായി അവർ ഈ അമരാവതിയിൽ സന്തോഷത്തോടെ ജീവിക്കണം. നോ, എനിക്കൊന്നും കേൾക്കണ്ട. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനീ ഷെഫിന്റെ കുപ്പായിട്ട് നടക്കുന്നു? സർ, ഈ പറഞ്ഞവരുടെ കിച്ചൺ ഓർഡർ കിട്ടിയത് എനിക്കാ. ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയത്. എന്തൊക്കെയായിരുന്നു ഐറ്റംസ്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സർ. എല്ലാം ചൈനീസ് ഡിഷസ് ആയിരുന്നു. പിന്നെ കുറച്ച് അറേബ്യൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആരാ ഫുഡ് സെർവ് ചെയ്തു? അത് ഇന്നലെ വന്ന പയ്യനായിരുന്നു സർ. എന്നിട്ട് അവനവിടെ വിളിക്കേ. അവനെ കാണാനില്ല സർ. കാണാനില്ലേ? അവനവിടെ പോയി. ഈ സംഭവം ഉണ്ടായാൽ പിന്നെ അവനെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. അവന്റെ ബാഗും കാണാനില്ല സർ. സർ, സംഭവം നടന്നുടനെ തന്നെ ശ്രീറാം സാർ എല്ലാവരെയും വിളിച്ചു കൂട്ടി. പക്ഷെ അവൻ മാത്രം വന്നില്ല. ഇന്നലെ ആ പയ്യൻ ജോയിൻ ചെയ്തത്. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും സർ. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല സർ. എന്തുകൊണ്ട്? എന്തോ ഒരു കുഴപ്പം എനിക്ക് അവന് തോന്നിയിരുന്നു. വേറൊരു വെയിറ്ററിന്റെ ഓർഡർ ആയിരുന്നിട്ടും അവൻ സർവീസ് അങ്ങോട്ട് ചോദിച്ചതാണ്. മുകേഷ് സർ, അവൻ ആരാണെന്നും എന്താണെന്നും വേഗം കണ്ടുപിടിക്കേ. ശരി സർ. സർ, ഞാൻ ഇതുവരെ ഒരു ഫുഡും മോശമായിട്ടുണ്ടാക്കിയിട്ടില്ല സർ. ഇന്നുവരെ DK റെസ്റ്റോറൻറ്റിൽ ഇങ്ങനൊരു കംപ്ലൈന്റ് കേട്ടിട്ടില്ല. സർ, ഏതെങ്കിലും ശത്രുക്കൾ ഒരുപക്ഷെ അവനെ ഉപയോഗിച്ചതാണെങ്കിലോ? നിന്റെ ബിസിനസ് അതിന്റെ പാതി. പണ്ടത്തെ പോലെ നീ അതെനിക്ക് എഴുതി തരണം. ഇല്ലെങ്കിൽ അത് ഞാൻ തകർത്ത് തരിപ്പണമാക്കും. മറ്റാരും കിച്ചണിൽ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അതെ സർ. ശരി, പൊയ്ക്കോളൂ. ശരി, താങ്ക് യു സർ. ഹലോ, ആരാ? ഞാനാണീക്കെ മൂർത്തി. ആ വെയിറ്ററെ ഇനി അന്വേഷിക്കണ്ട, കിട്ടില്ല. എന്താണോ ഡീക്കെ, നീ ഒന്ന് പേടിച്ചോ? ഇതിന് നിന്നോട് ഞാൻ പകരം ചോദിക്കണ്ടീക്കെ. നീ എന്നെ വെട്ടിമുറിച്ചിട്ടാലും നിന്റെ ജീവൻ എടുത്തിട്ടേ മൂർത്തി പോകൂ. നിന്റെ ഹോട്ടൽ പൂട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡീക്കെ? ഇന്ന് ആ ദിവസം. ഇന്ന് നിന്റെ ഹോട്ടൽ പൂട്ടാൻ പോവുക. അടുത്ത പണി നിനക്ക് ദേ ഇപ്പൊ വരും.
മായച്ചി, എനിക്കൊരു സംശയം. എന്ത് സംശയം? അമരാവതിയിലെ സ്വത്തിന് നമ്മുടെ ഭർത്താക്കന്മാര് 3 പേർക്കും എത്ര വീതം കിട്ടും? അതിനെ കുറിച്ച് മായച്ചിക്ക് ഐഡിയ ഉണ്ടോ? ഈ സംശയം നേരത്തെ എന്റെ മനസ്സിലും തോന്നിയതാ. നമ്മുടെ ഭർത്താക്കന്മാര് 3 പേരും കൂടി കഷ്ടപ്പെട്ടിട്ടാ DK ലാഭം എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ന്യായമായി അവർക്ക് ഇതിൽ അവകാശം ഉണ്ടല്ലോ. അതെത്ര വരുമെന്നാ ഞാൻ ചോദിച്ചേ. നാളെ DK എന്തെങ്കിലും സംഭവിച്ചാ നമ്മളാരും വഴിയാധാരായി പോകരുതല്ലോ. അതുകൊണ്ട് എല്ലാം നേരത്തെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. അക്കാര്യത്തില് DK എനിക്ക് സംശയമില്ല. ഈ സ്വത്തിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനെന്താ ഇത്രയ്ക്ക് ഉറപ്പ്? DK നമ്മുടെ ഭർത്താക്കന്മാർക്ക് നാളെ ഒന്നും കൊടുക്കാതിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും DK ഉണ്ടാക്കി തരും. അതെനിക്ക് ഉറപ്പാ. കാരണം DKക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ ഭർത്താക്കന്മാരോട് തന്നെയാ. മരുമക്കളായിട്ടല്ല, മക്കളായിട്ടാ DK അവരെ വളർത്തിയത്. ആ സെന്റിമെന്റ്സ് DKയുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം എനിക്കൊരു ഭയവുമില്ല. അവരുടെ ഭാര്യമാരെന്ന ലേബൽ ഉള്ളതുകൊണ്ടാ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നമ്മൾ ഇവിടെ തന്നെ ജീവിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ DK നമ്മളെ എപ്പോഴേ പൊള്ളിച്ചേനെ. എന്താ മായച്ചി, എന്റെ കൈ പൊള്ളി. ഇല്ല സാരമില്ല. നിക്ക്. പതുക്കെ ചെയ്യൂ. എന്റെ കൃഷ്ണ, അയ്യോ, DK നമ്മളെ പൊള്ളിക്കുന്ന കാര്യം മായച്ചി പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും പൊള്ളി. ഇതെന്തോ ദുശകനമാണെന്ന് എനിക്ക് മിണ്ടായിരിക്കടി. അവളുടെ ഒരു ദുശകനം. ആര് പൊള്ളിക്കാൻ ശ്രമിച്ചാലും നമുക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അപ്പൊ വേറൊരു വഴിയില്ലല്ലേ? ഇല്ല DK, തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റോറന്റ് അടച്ചിട്ടേ പറ്റൂ. ഇതാരും മനഃപൂർവ്വം ഞങ്ങളെ ചതിച്ചതാ. അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ആശുപത്രിയിൽ കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ കേസിന്റെ സ്വഭാവം മാറും. അറിയാലോ DKക്ക്? അറിയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഒരു 3 days കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ശരി. താങ്ക് യു സർ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? എന്താടി, നീ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ ചത്തെന്നറിയാനാണോ? വെറുതെ ആശിപ്പിക്കല്ലേ ഹിറ്റ്ലറെ. ഞാൻ നിങ്ങളുടെ സുഖവിവരം അറിയാൻ ചുമ്മാ ഒന്ന് വിളിച്ചതല്ലേ. നീ ഒരു സാഡിസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ വന്ന് പറഞ്ഞപ്പോ നീ വരുമായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രല്ല, എന്റെ അച്ഛനും നല്ല സുഖമില്ല. നിങ്ങളുടെ മരുമക്കളെല്ലാം കൂടി ചേർന്നേ ജോക്കർ ആക്കിയതിന്റെ വിഷമം അച്ഛൻ ഇനിയും മാറിയിട്ടില്ല. എന്നിട്ട് നിങ്ങളെ മരുമക്കളോട് എന്തെങ്കിലും ചോദിച്ചോ? പക്ഷെ അമ്മ ചോദിക്കും, അതെനിക്ക് ഉറപ്പാ. നിന്റെ അച്ഛനെ അപമാനിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല.
എന്റെ മരുമക്കൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അതൊക്കെ പോട്ടെ. എന്താ ചേട്ടന്റെ പുതിയ വിശേഷം? എനിക്കൊരു വിശേഷവുമില്ല. എന്നിട്ടാണോ ചാനലിൽ ന്യൂസ് എഴുതി കാണിക്കുന്നത്? എന്ത് ന്യൂസ്? നിങ്ങളുടെ DK റെസ്റ്റോറന്റിൽ നിന്ന് പഴയ ഫുഡ് പിടിച്ചെടുത്തു,